എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു കുക്കിംഗ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടക മാസമല്ലേ, അപ്പോൾ ഒരു പ്രോട്ടീൻ ലഡുവിൻ്റെ റെസിപ്പി കാണാം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ പോഷകപ്രദമായൊരു പ്രോട്ടീൻ ലഡു. അതിനായിട്ട് 250 ഗ്രാം കറുത്ത എള്ളെടുത്തിട്ടുണ്ട്. കറുത്ത എള്ളും വെളുത്ത എള്ളും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം കറുത്ത എള്ള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. കറുത്ത എള്ളിൽ ധാരാളം കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ശരീരപുഷ്ടിക്കും ഹൃദയാരോഗ്യത്തിനൊക്കെ ഉത്തമമാണ്. പിന്നെ 250 ഗ്രാം ബദാം ഒരു പാൻ ചൂടാക്കി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ബദാമിൽ ബയോട്ടിൻ, ഫാറ്റി ആസിഡൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു, ഓർമ്മശക്തി കൂട്ടുന്നു, അതുപോലെ ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും നൽകുന്നു. പിന്നെ എടുത്തിട്ടുള്ള 250 ഗ്രാം കപ്പലണ്ടിയാണ്. കപ്പലണ്ടിയിലും ധാരാളം ഫൈബറുകളും വൈറ്റമിൻ ഇ, ആൻറ്റി ഓക്സിഡൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതും കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വളരെ ഉത്തമമാണ്. 250 ഗ്രാം മട്ട അവലും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അവൽ എല്ലിനും പല്ലിനും ഒക്കെ ബലം നൽകാൻ വളരെ ഉത്തമമാണ്. അരമുറി തേങ്ങ ചിരവിയത് വെള്ളം വറ്റുന്നവരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. കപ്പലണ്ടി തണുത്തതിന് ശേഷം കൈകൊണ്ട് തിരുമ്മി തോലെല്ലാം കളഞ്ഞ് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ബദാമും മിക്സിയിൽ പൊടിച്ചെടുക്കുക, അതുപോലെ അവലും മിക്സിയിൽ പൊടിച്ചെടുക്കുക. എല്ലാം തണുത്തതിന് ശേഷം കേട്ടോ. ഒരു ചുവട് കട്ടിയുള്ള ഉരുളി വെച്ചിട്ട് അതിൽ എള്ളിട്ട് നന്നായിട്ട് പൊട്ടുന്നവരെ ഇതുപോലെ വറുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അയമോദകവും ഞാൻ ചേർത്തിട്ടുണ്ട്. അയമോദകം ദഹനത്തിന് വളരെ നല്ലതാണ്. 500 ഗ്രാം മധുരത്തിന് ആവശ്യമുള്ള കരിപ്പട്ടി, ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്ത് തണുക്കാൻ വയ്ക്കാം. ശർക്കരയിലും ധാരാളം മഗ്നീഷ്യം, കാൽസ്യം, അയൺ, ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ശർക്കരയെക്കാളും എന്തുകൊണ്ടും നല്ലത് ശർക്കരയാണ്. ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു മിക്സിംഗ് ബൗളിൽ എള്ള്, അതിനുശേഷം പൊടിച്ചു വെച്ച ബദാം, കപ്പലണ്ടി, അവൽ ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങ വറുത്തതും ചേർക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 ഏലക്ക, കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചത് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യുക. അതിലേക്ക് നേരത്തെ ഉരുക്കി അരിച്ച് വെച്ച കരിപ്പട്ടി, ശർക്കരയ്ക്ക് കരിപ്പട്ടി എന്നും പറയാറുണ്ട്, അത് ഇളം ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ശേഷം 2 കൈയിലും കുറച്ച് നെയ്യ് തൂത്ത് ആവശ്യത്തിന് അളവിൽ മിശ്രിതം എടുത്ത് ഉരുളകളായി ലഡു രൂപത്തിൽ ഉരുട്ടിയെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ പ്രോട്ടീൻ ലഡു തയ്യാർ. കർക്കിടക മാസത്തിൽ ഒരു 7 മുതൽ 14 ദിവസം വരെയൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. കർക്കിടക മാസം ഒന്നുമില്ല, എപ്പോഴും ഇത് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവർ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കുട്ടികൾക്കും വീട്ടിലെ ബാക്കി അംഗങ്ങൾക്കും ഒക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും കൂടെ മറക്കല്ലേ.